അവന്റെ മനുഷ്യത്വം മറന്നുകൊണ്ട് അടിവയറ്റിലേക്ക് കടാര കുത്തിയിറക്കുന്ന, മുതുകിൽ ബ്ലേഡ് വെച്ചും കത്തിവെച്ചും സ്വന്തം സംഘടനയുടെ പേരെഴുതി കൊടുക്കുന്ന സംസ്കാരമുള്ള ക്യാമ്പസിൽ അരുതു മക്കളെ എന്ന് പറയാൻ ക്യാമ്പസിൽ SSF-കാരൻ വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. അർഹമുർറാഹിമായ റബ്ബ് ഈ സംഘടനാ സംവിധാനത്തിന്റെ ഐശ്വര്യം ഈ നാട്ടിൽ നിലനിർത്തി തരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ദുആയിരക്കണം. ഞാൻ ഓർത്തുപോകുന്നു, ഇതാ ഞങ്ങൾ ഈ അടുത്ത സമയത്തൊരു സംസ്ഥാന പര്യടനം നടത്തി. ആ സമയത്ത് എറണാകുളത്തെത്തുമ്പോ കരുനാഗപ്പള്ളി ഡിവിഷനിലെ ക്രാപ്പന പഞ്ചായത്തിലെ പൂത്തരുവി യൂണിറ്റിലെ ഒരു സാധാരണ SSF-ന്റെ പ്രവർത്തകൻ മരണപ്പെട്ട വിവരമറിയുന്നു. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചങ്ങട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചെറ്റക്കുടിലിലെ അതാ വലിയ കുടുംബത്തിലെ ഇളയ കുട്ടിയാണവൻ. ഈ അബ്ദുൽ അസീസിന് വേണ്ടി ആരും അവിടെ ഒരുമിച്ച് കൂടണ്ട. കാരണം സാമ്പത്തികമായ സ്കെയില് വെച്ചാണ് ഇന്ന് സമൂഹത്തെ അളക്കുന്നത്. പണക്കാരനെത്ര തെമ്മാടിയായാലും അവന് സീറ്റുണ്ട്, പാവപ്പെട്ടവനെത്ര നല്ലവനായാലും അംഗീകരിക്കാൻ പൊതുവെ സമൂഹം തയ്യാറാകുന്നില്ല. ഈ ഒരവസരത്തിൽ സാമ്പത്തിക ഉച്ചനീചത്വം സമൂഹത്തെ തട്ടായി തിരിക്കുന്ന കാലയളവിൽ ഈ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ ഒരുപാട് പേരൊന്നും വരണ്ട. അവന്റെ ജനാസയെ ആരും അനുഗമിക്കണ്ട. 3 or 4 ബന്ധുക്കൾ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് അവനെ വെച്ചിട്ട് അതാ സലാം പറഞ്ഞ് പിരിയേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ്, അതാ അബ്ദുൽ അസീസിന്റെ ജനാസ നിസ്കാരത്തിന് സമയമായപ്പോ ആ വീടും നാടും നിറഞ്ഞു കവിഞ്ഞു പോയി. ആയിരക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ആ വീടിനെ ലക്ഷ്യമാക്കി വന്നുപോയി. സുബ്ഹാനല്ലാഹ്, അക്കൂട്ടത്തിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ആധികാരിക സമസ്ത മുശാവറയിൽ ഒരേ ഒരംഗമായ ശൈഖുനാ ഇദ്രീസ് ഉസ്താദ് അടക്കമുള്ള വലിയ വയോധിക പണ്ഡിതന്മാരുണ്ട് കേട്ടോ. അവരും അവിടെ വന്നുപോയി. അബ്ദുൽ അസീസിനെ അവർക്കറിയില്ല. SSF-കാരൻ എന്ന സ്നേഹം കൊണ്ട് വന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഞ്ചന വലിയുടെ അകമ്പടിയോട് അതാ 2 നില വലിയ പള്ളിക്ക് ഉൾക്കൊള്ളാനാകാത്ത വഞ്ചന വലി അവന് ജനാസ സംസ്കരിക്കാൻ ഒത്തുകൂടി എന്ന്